വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് +2 ബോട്ടണിയിലെ സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നിന്നും എക്സാമിന് വരുന്ന പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകൾ ഏതൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്കിവിടെ പഠിക്കാം അനിമൽ ഹസ്ബൻഡറി. അനിമൽ ഹസ്ബൻഡറി ഇൻക്ലൂഡ്സ് ഫീഡിംഗ്, ബ്രീഡിംഗ് ആൻഡ് റേസിംഗ് അനിമൽ ലൈഫ് സ്റ്റോക്ക് whose primary purpose is to provide meat and milk. ഇപ്പം പാലിനും മാംസത്തിനും വേണ്ടി നമ്മൾ മൃഗങ്ങളെ പരിപാലിക്കുന്നുവെങ്കിൽ, അവരെ തീറ്റിപ്പോറ്റുന്നുവെങ്കിൽ, അവരെ പരിപാലിക്കുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് അനിമൽ ഹസ്ബൻഡറി എന്ന് പറയുന്നത്. അനിമൽ ഹസ്ബൻഡറി ഇൻക്ലൂഡ്സ് ഫീഡിംഗ്, ബ്രീഡിംഗ് ആൻഡ് റേസിംഗ് അനിമൽ ലൈഫ് സ്റ്റോക്ക് whose primary purpose is to provide milk and meat. And the animal husbandry plays a very important role in human welfare by providing us milk, egg, meat, wool, silk, etc. etc. ഓക്കെ, അപ്പോൾ ഈ അനിമൽ ഹസ്ബൻഡറി നമ്മുടെ മനുഷ്യൻ്റെ പുരോഗതിക്ക് വളരെയധികം ഒരു പ്രാധാന്യം മനുഷ്യ പുരോഗതിക്ക് വളരെയധികം അതിൻ്റെ ഉന്നമനത്തിന് വേണ്ടി വളരെയധികം ഒരു റോള് വഹിക്കുന്ന ഒന്നാണ് അനിമൽ ഹസ്ബൻഡറി. നമുക്ക് മിൽക്ക്, എഗ്ഗ്, സിൽക്ക്, വൂള് ഇതൊക്കെ തന്നുകൊണ്ട് തന്നെ നമ്മളുടെ പുരോഗതിയിൽ വളരെയധികം റോള് വഹിക്കുന്ന ഒന്നാണ് അനിമൽ ഹസ്ബൻഡറി. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ചാപ്റ്ററിൽ ഇനി പഠിക്കുന്നത് ഡയറിങ് എന്താണെന്നാണ്. ഡയറിങ്, ഓക്കെ, അപ്പോൾ ഡയറിങ് മീൻസ് the management of animals for milk and its product for human consumption. ഇപ്പോൾ മനുഷ്യന് ഉപയോഗിക്കാൻ വേണ്ടി പാൽ ഉൽപ്പന്നങ്ങൾക്കും വേണ്ടി മൃഗങ്ങളെ നമ്മൾ മാനേജ് ചെയ്യുന്നുവെങ്കിൽ, മൃഗങ്ങളെ വളർത്തുന്നുവെങ്കിൽ അതിനെയാണ് ഡയറിങ് എന്ന് പറയുന്നത്. ഡയറി പ്രോഡക്റ്റ്, പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ ഓർക്കുക. ഓക്കെ, ഇപ്പോൾ ഡയറിങ് ഈസ് ദ മാനേജ്മെൻറ്റ് ഓഫ് അനിമൽസ് ഫോർ മിൽക്ക് ആൻഡ് ഇറ്റ്സ് പ്രോഡക്റ്റ് ഫോർ ഹ്യൂമൻ കൺസംപ്ഷൻ. അങ്ങനെയെങ്കിൽ നിങ്ങളോടൊരു ചോദ്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിൻ്റെ ചോദ്യം വരാം. ഇഫ് യുവർ ഫാമിലി ഓൺഡ് എ ഡയറി ഫാം, വാട്ട് മെഷേഴ്സ് വുഡ് യു അണ്ടർടേക്ക് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് പ്രൊഡക്ഷൻ? നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഡയറി ഫാം ഉണ്ടെങ്കിൽ അവിടെ പാലിൻ്റെ അളവും അതിൻ്റെ ക്വാളിറ്റിയും കൂട്ടുന്നതിന് വേണ്ടി നിങ്ങൾ എന്തെല്ലാം ചെയ്യും? അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ഡയറി ഫാമിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെ നടത്തും എന്ന് നിങ്ങളോട് ചോദ്യം വന്നാൽ നമ്മൾ ഒരു 3-4 പോയിൻറ്റ്സ് അതിൽ കൊടുക്കുക. ഒന്നാമത്തെ പോയിൻ്റ് ഇതാണ്: ഫസ്റ്റ് ഓഫ് ആൾ വി വിൽ കീപ് ഗുഡ് ബ്രീഡ്സ് ഓഫ് ഡയറി ഫാം അനിമൽസ്. ഇപ്പം നമ്മൾ അനിമൽസിനെ വളർത്തുന്നു പാലിനും പാൽ ഉൽപ്പന്നങ്ങൾക്കും വേണ്ടി, അതാണ് ഡയറിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഡയറിങ് നടത്തുന്നതിന് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏത് അനിമലിനെയാണോ വളർത്താൻ ആഗ്രഹിക്കുന്ന അവരുടെ ഏറ്റവും നല്ല ബ്രീഡുകളെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ചോദിക്കാം, എന്താണ് ബ്രീഡ് എന്ന് പറയുന്നത്? ബ്രീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് അനിമൽസ് ഹാവിങ് സെയിം ആൻസസ്ട്രി ക്യാരക്ടേഴ്സ്, ജനറൽ അപ്പിയറൻസ്, സൈസ്, ഷേപ്പ് എക്സെട്ര ആർ കാൾഡ് ബ്രീഡ്. അപ്പോൾ ഒരേപോലെയുള്ള, ഒരേ ആൻസസ്ട്രി ക്യാരക്ടേഴ്സ് ഉള്ള, ഒരേ സൈസുള്ള, ഒരേ ഷേപ്പുള്ള, ജനറൽ അപ്പിയറൻസിൽ കാഴ്ചയിൽ ഒരുപോലെയുള്ള ഒരു കൂട്ടം അനിമൽസിനെയാണ് നമ്മൾ ബ്രീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ കന്നുകാലികളുടെ അല്ലെങ്കിൽ കാറ്റിൽസിൻ്റെ ഒരു ബ്രീഡാണ് ജേഴ്സി, ചിക്കൻ്റെ ഒരു ബ്രീഡാണ് ലെഗോൺ. ഓക്കെ, ഇപ്പോൾ ബ്രീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് അനിമൽസ് ഹാവിങ് സെയിം ആൻസസ്ട്രി ക്യാരക്ടേഴ്സ്, ജനറൽ അപ്പിയറൻസ്, സൈസ് എക്സെട്ര ആർ കാൾഡ് ബ്രീഡ്. ഓക്കെ, അപ്പോൾ ദേ ഹാവ് ബീൻ ഡെവലപ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് അനിമൽ ബ്രീഡിങ് വഴിയൊക്കെ ആയിരിക്കും നമ്മളതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. എന്തായാലും ഒരേ സൈസും ഷേപ്പും ജനറൽ അപ്പിയറൻസും ആൻസസ്ട്രി ക്യാരക്ടേഴ്സുമുള്ള, കാണാൻ ഒരുപോലെയുള്ള ഒരു കൂട്ടം അനിമൽസിനെയാണ് ബ്രീഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഓർത്തു വെക്കുക, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. കാറ്റിൽസിൻ്റെ ബ്രീഡാണ് ജേഴ്സി, ചിക്കൻ്റെ ബ്രീഡാണ് ലെഗോൺ എന്ന് പറയുന്നത്. ഓക്കെ, എന്തായാലും ഒരു ഡയറി ഫാം മാനേജ്മെൻറ്റിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വി വിൽ കീപ് ഗുഡ് ബ്രീഡ്സ് ഓഫ് ഡയറി ഫാം അനിമൽസ്. ദെൻ വി വിൽ പ്രൊവൈഡ് സഫിഷ്യൻറ്റ് വാട്ടർ ആൻഡ് ഫീഡ് സോ ദാറ്റ് ദ അനിമൽസ് ആർ പ്രോപ്പർലി നറിഷ്ഡ്. ദെൻ നെക്സ്റ്റ് പോയിൻ്റ് ഇതാണ്: അനിമൽസ് ഷുഡ് ബി കെപ്റ്റ് ഇൻ എ ക്ലീൻ പ്ലേസ് അണ്ടർ എ ഷാഡോ ആൻഡ് ഇൻ ആൻ ഓപ്പൺ ഏരിയ ഫ്രീ ഫ്രം ഡേർട്ട് ആൻഡ് പൊല്യൂഷൻ.
നമ്മൾ അനിമൽസിനെ വളരെ ക്ലീൻ ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമേ വളർത്താമുള്ളൂ. അതും നല്ല ഓപ്പൺ ഏരിയ ആയിരിക്കണം. തണൽ കിട്ടുന്ന, പൊല്യൂഷനും അഴുക്കും ഒന്നുമില്ലാത്ത വളരെ ക്ലീൻ ആയിട്ടുള്ള ഏരിയയിൽ മാത്രമേ അനിമൽസിനെ വളർത്താൻ പാടുള്ളൂ. നെക്സ്റ്റ് അടുത്ത പോയിന്റ്, നമ്മുടെ ഫാം അനിമൽസിൻ്റെ ഹെൽത്ത് നോക്കുന്നതിന് വേണ്ടി അവിടേക്ക് ഒരു വെറ്റിനറി ഡോക്ടറിനെ നമ്മൾ നിയമിക്കണം. വി ഷാൽ എംപ്ലോയ് എ വെറ്റിനറി ഡോക്ടർ ടു വിസിറ്റ് അവർ ഫാം റെഗുലർലി. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പാല് എടുക്കുന്ന പാത്രവും അല്ലെങ്കിൽ പാല് കറക്കുന്ന ആൾക്കാരും എല്ലാം നല്ല രീതിയിൽ കഴുകി, അതായത് നല്ല ക്ലീൻ ആയിട്ടായിരിക്കണം ഉള്ളത്. For the milking men and milking pots should be clean and washed properly. ഓക്കെ, അപ്പോൾ ഒരു ഡയറി ഫാം മാനേജ്മെൻറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഫസ്റ്റ് പോയിന്റ്, വി വിൽ കീപ്പ് ഗുഡ് ബ്രീഡ്സ് ഓഫ് ഡയറി ഫാം അനിമൽസ്. Second point, we will provide sufficient water and feed so that the animals are properly nourished. Then third point, animals should be kept in a clean place under a shadow and in an open area free from dirt and pollution. Then we shall employ a veterinary doctor to visit our farm regularly. Then the milking men and milking pots should be clean and washed properly. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് ഇതാണ്, പൗൾട്രി എന്താണെന്നാണ്. പൗൾട്രി എന്ന് പറഞ്ഞാൽ ഇസ് ദ ക്ലാസ് ഓഫ് അല്ലെങ്കിൽ ഇസ് ദ ഗ്രൂപ്പ് ഓഫ് ഡൊമസ്റ്റിക്കേറ്റഡ് അനിമൽസ് ഫോർ എഗ് ആൻഡ് മീറ്റ്. ഇപ്പം മുട്ടയ്ക്കും മാംസത്തിനും വേണ്ടി നമ്മൾ ബേർഡ്സിനെ വളർത്തുന്നുവെങ്കിൽ അതിനെയാണ് നമ്മൾ പൗൾട്രി എന്ന് പറയുന്നത്. ഇസ് ദ ഗ്രൂപ്പ് ഓഫ് ഡൊമസ്റ്റിക്കേറ്റഡ് ബേർഡ്സ് ഫോർ എഗ് ആൻഡ് മീറ്റ്. മെയിനായിട്ടും മീറ്റിന് വേണ്ടിയാണ്. നമ്മൾ മീറ്റിന് വേണ്ടി ബേർഡ്സിനെ നമ്മൾ വളർത്തുന്നുവെങ്കിൽ അതിനെയാണ് നമ്മൾ പൗൾട്രി എന്ന് വിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു സക്സസ്ഫുൾ പൗൾട്രി ഫാം മാനേജ്മെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പൗൾട്രി ഫാം മാനേജിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അവിടെയും ഇതാണ് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഡിസീസ് ഫ്രീ ആയിട്ടുള്ള സ്യൂട്ടബിൾ ബ്രീഡിനെ സെലക്ട് ചെയ്യുക. പിന്നീട് നമ്മൾ അവർക്ക് വേണ്ടി വളരെ പ്രോപ്പറായിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഫാം കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുക. പിന്നീട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫീഡും വാട്ടറും, ഫുഡും വെള്ളവും കൊടുക്കുക. പിന്നീട് അവരുടെ ഹൈജീൻ, വൃത്തിയും ഹെൽത്തും ആരോഗ്യവും ഉറപ്പുവരുത്തുക, ആ രീതിയിൽ സൂക്ഷിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് സക്സസ് ആയിട്ടൊരു പൗൾട്രി ഫാം കൊണ്ടുപോകാം. അപ്പോൾ പൗൾട്രി means the class of domesticated or the group of domesticated birds for egg and meat. പൗൾട്രി ഫാം മാനേജ്മെൻറ്റിന് ശ്രദ്ധിക്കേണ്ട പോയിൻറ്റ്സ് ഇതാണ്: സെലക്ഷൻ ഓഫ് ഡിസീസ് ഫ്രീ ആൻഡ് സ്യൂട്ടബിൾ ബ്രീഡ്സ്, പ്രോപ്പർ ആൻഡ് സേഫ് ഫാം കണ്ടീഷൻ, പ്രോപ്പർ ഫീഡ് ആൻഡ് വാട്ടർ, ഹൈജീൻ ആൻഡ് ഹെൽത്ത് കെയർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്, എക്സാമിന് വരുന്ന ഒന്നാണ് അനിമൽ ബ്രീഡിംഗ് എന്താണെന്ന്. ഓക്കെ, നമുക്കറിയാം ബ്രീഡ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് അനിമൽസ് ഹാവിങ് സെയിം ആൻസസ്ട്രി, ക്യാരക്ടർ, സൈസ്, ജനറൽ അപ്പിയറൻസ് എക്സെട്ര. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ബ്രീഡ് എന്ന് പറയുന്നത്. ഈ ബ്രീഡ് ഡെവലപ്പ് ചെയ്യുന്നത് അനിമൽ ബ്രീഡിംഗ് വഴിയാണ്. ബ്രീഡ് ഹാവ് ബീൻ ഡെവലപ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് അനിമൽ ബ്രീഡിംഗ്. ഓക്കെ, ഈ അനിമൽ ബ്രീഡിങ്ങിൻ്റെ എയിം എന്താണെന്ന് ചോദിച്ചാൽ 2 പോയിൻ്റ് മാത്രം എക്സാമിന് ചോദിച്ചാൽ എഴുതുക. ഒന്ന്, ഇൻക്രീസ് ദ ഈൽഡ് ഓഫ് അനിമൽസിൻ്റെ ഈൽഡ് ഇൻക്രീസ് ചെയ്യുക. രണ്ടാമത്തത്, ഇംപ്രൂവിങ് ദ ഡിസറബിൾ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡ്യൂസ്. നമ്മൾ ബ്രീഡിംഗ് വഴി ഉണ്ടാകുന്ന അല്ലെങ്കിൽ വെറൈറ്റിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാരക്ടർ അവരിൽ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയും അവരിൽ നിന്നുമുള്ള ഈൽഡ് അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയുമാണ് നമ്മൾ അനിമൽ ബ്രീഡിംഗ് നടത്തുന്നത്. ഇപ്പോൾ എക്സാമിന് അനിമൽ ബ്രീഡിങ്ങിൻ്റെ എയിം എന്താണെന്ന് ചോദിച്ചാൽ ഈ 2 പോയിൻ്റ് കൊടുക്കുക. ഫസ്റ്റ് പോയിൻ്റ്, ഇൻക്രീസിങ് ദ ഈൽഡ് ഓഫ് അനിമൽ. സെക്കൻഡ് പോയിൻ്റ്, ഇംപ്രൂവിങ് ദ ഡിസറബിൾ ക്വാളിറ്റീസ് ഓഫ് ദ പ്രൊഡ്യൂസ്. അങ്ങനെയെങ്കിൽ അനിമൽ ബ്രീഡിംഗ് 2 തരത്തിലുണ്ട്. ഇറ്റ്സ് ഓഫ് 2 ടൈപ്സ്, ഇൻ ബ്രീഡിംഗ് ആൻഡ് ഔട്ട് ബ്രീഡിംഗ്. അപ്പോൾ എന്താണ് ഇൻബ്രീഡിംഗ് എന്ന് നോക്കാം. ഇൻബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇസ് ദ ബ്രീഡിംഗ് ഓഫ് മോർ ക്ലോസ്ലി റിലേറ്റഡ് അനിമൽസ് ഫോർ 4 to 6 ജനറേഷൻസ്. ഒരു 4-6 ജനറേഷൻ വരെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള അനിമൽസിനെ തമ്മിൽ ബ്രീഡ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിനെയാണ് ഇൻബ്രീഡിംഗ് എന്ന് പറയുന്നത്. ഇൻബ്രീഡിംഗ് ഈസ് ദ മേറ്റിംഗ് ഓർ ബ്രീഡിംഗ് ഓഫ് മോർ ക്ലോസ്ലി റിലേറ്റഡ് അനിമൽസ്
വിതിൻ ദ സെയിം ബ്രീഡ് ഫോർ 4 to 6 ജനറേഷൻ. ഒരു 4-6 ജനറേഷൻ വരെ നമ്മൾ വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള അനിമൽസിനെ തമ്മിൽ ബ്രീഡ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇൻബ്രീഡിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സുപ്പീരിയർ മെയിൽസിനെയും സുപ്പീരിയർ ഫീമെയിൽസ് ഓഫ് ദ സെയിം ബ്രീഡ്, ഒരു ബ്രീഡിൽ നിന്നും ഒരു മെയിലിനെയും ഒരു സുപ്പീരിയർ ഫീമെയിലിനെയും സെലക്ട് ചെയ്യുന്നു, അവർ മേറ്റ് ചെയ്യിക്കുന്നു. ഓക്കെ, അവിടെ നിന്നും കിട്ടുന്ന പ്രോജനിയെ, ദ പ്രോജനി ഒബ്റ്റൈൻഡ് ഫ്രം സച്ച് മേറ്റിങ്സ് ആർ ഇവാലുവേറ്റഡ്, അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, പ്രോജനിയെ ഇവാലുവേറ്റ് ചെയ്യുന്നു, അതിൽ നിന്നും വീണ്ടും സുപ്പീരിയർ മെയിലിനെയും അവിടെ നിന്ന് തന്നെ ഒരു ഫീമെയിലിനെയും എടുത്ത് വീണ്ടും മേറ്റിംഗ് നടത്തി നെക്സ്റ്റ് ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഒരു 4-6 ജനറേഷൻ വരെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള അനിമൽസിനെ തമ്മിൽ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് ഇൻബ്രീഡിംഗ് എന്ന് പറയാം. ഇസ് ദ ബ്രീഡിംഗ് ഓഫ് മോർ ക്ലോസ്ലി റിലേറ്റഡ് അനിമൽസ് or closely related individual within the same breed for 4 to 6 generations is called inbreeding. ഈ ഇൻബ്രീഡിംഗ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. അങ്ങനെയെങ്കിൽ ഈ 4 പോയിൻറ്റ്സുകൾ കൊടുക്കുക. ഫസ്റ്റ് പോയിൻറ്റ്, ഇൻബ്രീഡിങ്ങിൻ്റെ ഫലമായിട്ട് ഹോമോസൈഗോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് കാരണമാകുന്നു. ഒരേ ടൈപ്പുള്ള ഒരേപോലെയുള്ള ഒരു കൂട്ടം അനിമൽസ് ഉണ്ടാകുന്നു ഇൻബ്രീഡിംഗ് വഴി. സെയിം ബ്രീഡിനെ അല്ലെങ്കിൽ വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള അനിമൽസിനെ തമ്മിൽ മേറ്റ് ചെയ്യിപ്പിക്കുമ്പോഴുണ്ടാകുന്ന ഹൈബ്രിഡ് അല്ലെങ്കിൽ ഓബ്സ്ട്രിങ്സിനകത്ത് ഒരേപോലെയുള്ള ഗുണങ്ങളുള്ള ഓബ്സ്ട്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. അറ്റ് ഇൻക്രീസസ് ദ ഹോമോസൈഗോസിറ്റി. ദെൻ ഈ പറയുന്ന ഇൻബ്രീഡിംഗ് വഴി നമുക്ക് ഏതെങ്കിലും ഈ 4-6 ജനറേഷൻ വരെ നമ്മൾ ഇൻബ്രീഡിംഗ് നടത്തുന്നതിൻ്റെ ഫലമായി ഏതെങ്കിലും ഒരു ജനറേഷനിൽ ഇവരിൽ ഏതെങ്കിലും ഒരു ജീൻ റെസസീവായിട്ടുണ്ടെങ്കിൽ അത് എക്സ്പോസ് ചെയ്യും. ഇറ്റ് എക്സ്പോസസ് ദ ഹാംഫുൾ റെസസീവ് ജീൻ. ദെൻ എന്തെങ്കിലും സുപ്പീരിയർ ക്വാളിറ്റി ഉണ്ടെങ്കിൽ അതെല്ലാ ജനറേഷനിലും ആ സുപ്പീരിയർ ക്വാളിറ്റി ഉണ്ടാകും. അതായത് ഏതെങ്കിലും ഒരു സുപ്പീരിയർ ജീനിൻ്റെ അക്യുമുലേഷന് കാരണമാകുന്നു ഇൻബ്രീഡിംഗ്. അതുപോലെ തന്നെ ഇൻബ്രിഡ് പോപ്പുലേഷൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും ഇൻബ്രീഡിങ് കാരണമാകുന്നു. അപ്പോൾ ഇൻബ്രീഡിങ്ങിൻ്റെ ഗുണങ്ങൾ എക്സാമിന് ചോദിച്ചാൽ 4 പോയിൻ്റ് എഴുതുക. 1, ഇൻക്രീസസ് ദ ഹോമോസൈഗോസിറ്റി. 2, എക്സ്പോസസ് ദ ഹാംഫുൾ റെസസീവ് ജീൻ. 3, അക്യുമുലേറ്റ് സുപ്പീരിയർ ജീൻസ്. 4, ഇൻക്രീസസ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ഇൻബ്രെഡ് പോപ്പുലേഷൻ. ഇതാണ് ഇൻബ്രീഡിങ്ങിൻ്റെ 4 അഡ്വാൻറ്റേജസ്. ഓക്കെ, ഇനി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇൻബ്രീഡിങ് നടത്തുകയാണെങ്കിൽ അത് ഇൻബ്രീഡിങ് ഡിപ്രഷന് കാരണമാകുന്നു. ഇപ്പോൾ എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു പോയിൻ്റാണ് എന്താണ് ഇൻബ്രീഡിങ് ഡിപ്രഷൻ. കണ്ടിന്യൂസ് ഇൻബ്രീഡിങ് യൂഷ്വലി റെഡ്യൂസസ് ദ ഫെർട്ടിലിറ്റി ആൻഡ് ഈവൻ പ്രൊഡക്ടിവിറ്റി. ദിസ് ഈസ് കാൾഡ് ഇൻബ്രീഡിങ് ഡിപ്രഷൻ. അപ്പോൾ ഈ ഇൻബ്രീഡിങ് ഒരു 4-6 ജനറേഷൻ വരെ നടത്തിയാൽ ഓക്കെ. അതിനുശേഷവും ഇൻബ്രീഡിങ് കണ്ടിന്യൂസ് ആവുകയാണെങ്കിൽ, തുടരുകയാണെങ്കിൽ അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പ്രോജനീസിൻ്റെ ഫെർട്ടിലിറ്റിയും അവരുടെ പ്രൊഡക്ടിവിറ്റിയും കുറയുന്നതിന് കാരണമാകും. ഇതിനെയാണ് ഇൻബ്രീഡിങ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻബ്രീഡിങ് ഡിപ്രഷൻ എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ഇൻബ്രീഡിങ് റെഡ്യൂസസ് ദ ഫെർട്ടിലിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ഈസ് കാൾഡ് ഇൻബ്രീഡിങ് ഡിപ്രഷൻ. ഈ ഇൻബ്രീഡിങ് ഡിപ്രഷനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഔട്ട് ബ്രീഡിങ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ അനിമൽ ബ്രീഡിങ് 2 ടൈപ്പാണ്. ഒന്ന് ഇൻബ്രീഡിങ്ങും അടുത്തതാണ് ഔട്ട് ബ്രീഡിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു ഓവർകം, ഔട്ട് ബ്രീഡിങ്ങിൻ്റെ പ്രത്യേകത ഇറ്റ് ഹെൽപ്സ് ടു ഓവർകം ഇൻബ്രീഡിങ് ഡിപ്രഷൻ. ഓക്കെ, എന്താണ് ഔട്ട് ബ്രീഡിങ് എന്ന് നമുക്ക് നോക്കാം. ഔട്ട് ബ്രീഡിങ്, ഓക്കെ, ഔട്ട് ബ്രീഡിങ് ഈസ് ദ ബ്രീഡിങ് ഓഫ് അൺറിലേറ്റഡ് അനിമൽസ് which may be between individual of the same breed or between different breeds or different species. അപ്പോൾ അൺറിലേറ്റഡ് അനിമൽസിനെ തമ്മിൽ ബ്രീഡ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, ക്രോസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഔട്ട് ബ്രീഡിങ് എന്ന് പറയുന്നത്. ഈ അൺറിലേറ്റഡ് അനിമൽസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു ബ്രീഡിൽ തന്നെയുള്ള അനിമൽസ് ആകാം, പക്ഷേ ഒരു 4-6 ജനറേഷൻ വരെ അവർക്കൊരു കോമൺ ആൻസെസ്റ്റേഴ്സ് കാണത്തില്ല. അതല്ലെങ്കിൽ 2 ഡിഫറെൻറ്റ് ബ്രീഡുകളെ സെലക്ട് ചെയ്തിട്ട് 2 ഡിഫറെൻറ്റ് ബ്രീഡുകളിൽ നിന്നും ഒന്നിൽ നിന്നും ഒരു മെയിലിനെയും അടുത്ത ബ്രീഡിൽ നിന്നും വേറൊരു ഫീമെയിലിനെയും സെലക്ട് ചെയ്ത് ബ്രീഡ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, ക്രോസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതും ഔട്ട് ബ്രീഡിംഗ് ആണ്.
അല്ലെങ്കിൽ രണ്ട് ഡിഫറെൻറ്റ് സ്പീഷ്യസുകളെ തമ്മിൽ നമ്മൾ ക്രോസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതും ഔട്ട് ബ്രീഡിംഗ് ആണ്. അപ്പോൾ ഔട്ട് ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇസ് ദ ബ്രീഡിംഗ് ഓഫ് unrelated animals which may be between individual of the same breed but having no common ancestors on either side of their pedigree up to 4 to 6 generation, or between different breeds or different species. ഓക്കെ, നോക്കാം. ഔട്ട് ബ്രീഡിംഗ് ആ ഡെഫിനിഷൻ നന്നായിട്ട് നോക്കുക. ഒറ്റ ഡെഫിനിഷനിൽ നിന്ന് 3 പോയിൻറ്റ്സ് നമുക്ക് പഠിക്കാൻ പറ്റും. ഔട്ട് ബ്രീഡിംഗ് എന്ന് വെച്ചാൽ ഈസ് ദ ബ്രീഡിംഗ് ഓഫ് അൺറിലേറ്റഡ് അനിമൽസ്. ഈ അൺറിലേറ്റഡ് അനിമൽസ് സെയിം ബ്രീഡിൽ തന്നെയുള്ള ഒരു 4-6 ജനറേഷൻ വരെ കോമൺ ആൻസസ്റ്റേഴ്സ് ഇല്ലാത്ത 2 പേരെ സെലക്ട് ചെയ്ത് ബ്രീഡിംഗ് നടത്താം. അല്ലെങ്കിൽ 2 ഡിഫറെൻറ്റ് ബ്രീഡുകളിൽ നിന്നും മെയിലിനെയും ഫീമെയിലിനെയും സെലക്ട് ചെയ്ത് ബ്രീഡിംഗ് നടത്താം. അതല്ലെങ്കിൽ 2 ഡിഫറെൻറ്റ് സ്പീഷ്യസുകളെ തമ്മിൽ ബ്രീഡ് ചെയ്യിപ്പിക്കാം. ഇതിനെയാണ് നമ്മൾ ഔട്ട് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരിക്കൽ കൂടി ഡെഫിനിഷൻ പറയുന്നു. ഔട്ട് ബ്രീഡിംഗ് ഈസ് ദ ബ്രീഡിംഗ് ഓഫ് അൺറിലേറ്റഡ് അനിമൽസ് വിച്ച് മേ ബി ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ഓഫ് ദ സെയിം ബ്രീഡ് but having no common ancestors on either side of pedigree up to 4 to 6 generation, or between different breeds or between different species. ഓക്കെ, ഇനി നമ്മൾ ആ അൺറിലേറ്റഡ് അനിമൽസിനെ തമ്മിൽ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നു. അൺറിലേറ്റഡ് അനിമൽസ് ഒരേ ബ്രീഡിൽ തന്നെ ഉള്ളവരാണ്, പക്ഷേ 4-6 ജനറേഷൻ വരെ കോമൺ ആൻസസ്റ്റേഴ്സ് ഉള്ളവരല്ല എങ്കിൽ ആ ബ്രീഡിങ്ങിനെ നമ്മൾ ഔട്ട് ക്രോസിംഗ് എന്ന് പറയാം. ഇനി നമ്മൾ ബ്രീഡിംഗ് നടത്തുന്നത് ഡിഫറെൻറ്റ് ബ്രീഡുകളെ തമ്മിൽ. ഇപ്പോൾ ഒരു ബ്രീഡിൽ നിന്നും ഒരു മെയിലിനെയും വേറൊരു ബ്രീഡിൽ നിന്നും ഒരു ഫീമെയിലിനെയും തമ്മിൽ സെലക്ട് ചെയ്തിട്ടാണ് ബ്രീഡിംഗ് നടത്തുന്നതെങ്കിൽ അതിനെ ക്രോസ് ബ്രീഡിംഗ് എന്ന് പറയാം. ഓക്കെ, ഇസ് ദ ബ്രീഡിംഗ് ഓഫ് അൺറിലേറ്റഡ് അനിമൽസ് which may be between individuals of the different breed is called cross breeding. ഇപ്പോൾ ക്രോസ് ബ്രീഡിങ്ങിന് എക്സാമ്പിളാണ് ഹിസാർഡെയിൽ എന്ന് പറയുന്നത്. ക്രോസ് ബ്രീഡിങ്ങിന് എക്സാമ്പിളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. എക്സാമിന് ചോദിച്ചിട്ടുള്ളത് എക്സാമ്പിളാണ്. ഓക്കെ, ഹിസാർഡെയിൽ എന്ന് പറയുന്നത് ഇസ് എ ന്യൂ ഷീപ്പ് വെറൈറ്റി ഡെവലപ്ഡ് ഫ്രം ദ ബ്രീഡിംഗ് ഓഫ് ബിക്കാനരി ഈവ്സ് ആൻഡ് മറിനോ റാംസ്. ബിക്കാനരി ഈവ്സിനെയും മറിനോ റാംസിനെയും തമ്മിൽ ബ്രീഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായ പുതിയ ഷീപ്പ് വെറൈറ്റി ആണ് ഹിസാർഡെയിൽ എന്ന് പറയുന്നത്. ഇത് ക്രോസ് ബ്രീഡിങ്ങിന് എക്സാമ്പിളാണ്. ഇതൊരു ബ്രീഡാണ്. ഇവിടെ നിന്ന് മെയിലിനെയും ഇവിടെ നിന്ന് ഫീമെയിലിനെയും സെലക്ട് ചെയ്ത് 2 പേരെ തമ്മിൽ ക്രോസ് ചെയ്യിപ്പിച്ച് പുതിയ ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്തു. അതാണ് ഹിസാർഡെയിൽ. ഇങ്ങനെ ഡിഫറെൻറ്റ് ബ്രീഡുകളെ തമ്മിൽ ക്രോസ് ചെയ്യിക്കുന്നുവെങ്കിൽ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നുവെങ്കിൽ അതിനെ നമ്മൾ ക്രോസ് ബ്രീഡിംഗ് എന്ന് പറയും. Example, Hisardale is a new sheep variety developed from the cross of Bikaner Eves and Merino rams. The next, interspecific hybridization. Interspecific hybridization എന്ന് പറഞ്ഞാൽ is the breeding of അല്ലെങ്കിൽ crossing of or mating of unrelated animals which may be between individual of different species. ഡിഫറെൻറ്റ് സ്പീഷ്യസുകളെ തമ്മിലാണ് നമ്മൾ ബ്രീഡിംഗ് നടത്തുന്നുവെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻ്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. ഒരു സ്പീഷ്യസിൽ നിന്നും ഒരു മെയിലിനെയും മറ്റൊരു സ്പീഷ്യസിൽ നിന്നും ഒരു ഫീമെയിലിനെയും സെലക്ട് ചെയ്തിട്ട് നമ്മൾ അവരെ തമ്മിൽ ക്രോസ് ചെയ്യിപ്പിച്ചിട്ട് പുതിയ ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻ്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. എക്സാമ്പിൾ മ്യൂൾ അതിന് എക്സാമ്പിളാണ്. ഓക്കെ, നോക്കാം. ഔട്ട് ബ്രീഡിംഗ് ഇസ് ദ ബ്രീഡിംഗ് ഓഫ് അൺറിലേറ്റഡ് അനിമൽസ്. ഈ ഔട്ട് ബ്രീഡിംഗ് 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഔട്ട് ക്രോസിംഗ്, ക്രോസ് ബ്രീഡിംഗ് ആൻഡ് ഇൻ്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. ക്രോസ് ബ്രീഡിങ്ങിന് എക്സാമ്പിൾ ഹിസാർഡെയിൽ, ഇൻ്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ എക്സാമ്പിൾ മ്യൂൾ. ഡിഫറെൻറ്റ് ബ്രീഡുകളെ തമ്മിൽ ബ്രീഡിംഗ് നടത്തുകയാണെങ്കിൽ ക്രോസ് ബ്രീഡിംഗ്, ഡിഫറെൻറ്റ് സ്പീഷീസുകളെ തമ്മിൽ ബ്രീഡിംഗ് നടത്തുകയാണെങ്കിൽ അത് ഇൻ്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാനുള്ള പോയിൻറ്റ്സ് ആണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ? പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒന്നാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഇൻ അനിമൽ ബ്രീഡിംഗ്. എക്സാമിന് ചോദിക്കാം. ഇത്രയേ ഉള്ളൂ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. സിമ്പിൾ. ദ സെമൻ കളക്റ്റഡ് ഫ്രം selected male is injected into the reproductive tract of the female.
ഇപ്പോൾ മെയിലിൽ നിന്നും കളക്ട് ചെയ്യുന്ന സെമൻ ഫീമെയിൽ ഓർഗാനിസത്തിൻ്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ ഇഞ്ചക്റ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പം ദ സെമൻ ഈസ് കളക്റ്റഡ് ഫ്രം ദ മെയിൽ ആൻഡ് ഇഞ്ചക്റ്റഡ് ഇൻ ടു ദ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റ് ഓഫ് സെലക്റ്റഡ് ഫീമെയിൽ ബൈ ബ്രീഡർ. The semen collected may be used immediately or can be frozen for later use. Then the semen can be transported in a frozen form to where the female is housed. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നടത്തുന്നതിൻ്റെ ഫലമായി നമുക്ക് കൺട്രോൾഡ് ബ്രീഡിംഗ് എക്സ്പെരിമെൻ്റ് നടത്താൻ പറ്റും. കൺട്രോൾഡ് ബ്രീഡിംഗ് എക്സ്പെരിമെൻറ്റ്സ് ആർ ക്യാരീഡ് ഔട്ട് യൂസിങ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് വെച്ചാൽ മെയിലിൽ നിന്നും സെമനെ കളക്ട് ചെയ്തുകൊണ്ടുവന്ന് ഫീമെയിൽ ഓർഗാനിസത്തിൻ്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ദ സെമൻ ഈസ് കളക്റ്റഡ് ഫ്രം ദ മെയിൽ ആൻഡ് ഇഞ്ചക്റ്റഡ് ഇൻ ടു ദ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റ് ഓഫ് ഫീമെയിൽ. അത് സെമൻ കളക്റ്റഡ് മേ ബി യൂസ്ഡ് ഇമ്മീഡിയറ്റ്ലി. കളക്ട് ചെയ്ത സെമൻ അപ്പോൾ തന്നെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സൂക്ഷിച്ച് ഫ്രോസൺ ചെയ്തതിന് ശേഷം പിന്നീട് യൂസ് ചെയ്യാം. ഓക്കെ, ദ സെമൻ കളക്റ്റഡ് മേ ബി യൂസ്ഡ് ഇമ്മീഡിയറ്റ്ലി ഓർ ക്യാൻ ബി ഫ്രോസൺ ഫോർ ലേറ്റർ യൂസ്. ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഹെൽപ്സ് ടു ഓവർകം സെവറൽ പ്രോബ്ലംസ് ഓഫ് നോർമൽ മേറ്റിംഗ്. ഇൻ ദിസ് വേ ഡിസറബിൾ മേറ്റിംഗ്സ് ആർ ക്യാരിഡ് ഔട്ട്. ഓക്കെ, ബട്ട് ദ സക്സസ് റേറ്റ് ഈസ് ലോ. അപ്പം നോർമൽ മേറ്റിങ്ങിനുള്ള പ്രോബ്ലത്തിന് ഓവർകം ചെയ്യുന്നതിന് ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ സഹായിക്കുന്നുണ്ട്. ഇതുവഴി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മേറ്റിങ്സ്, നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ല സുപ്പീരിയർ ആയിട്ടുള്ളൊരു ഓർഗാനിസത്തിൻ്റെ സെമൻ കൊണ്ടുവന്ന് റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിനുള്ളിൽ ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് വഴി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മേറ്റിംഗ് നടത്താൻ നമുക്ക് പറ്റും. പക്ഷേ സക്സസ് റേറ്റ് വളരെ ലോ ആണ്. ഇനി നെക്സ്റ്റ് പോയിൻ്റ് ഇതാണ്, മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി. ഒരുപാട് തവണ എക്സാമിന് ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട്. മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി, MOET. എക്സ്പാൻഡ് MOET എന്ന് എക്സാമിന് ചോദിക്കും. MOET എന്താണെന്ന് എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കും. സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ, മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി. ഇനി ഇത് എന്താണ് മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഇതിൽ നമ്മൾ ചെയ്യുന്നത് എ കൗ ഈസ് in multiple MOET, in MOET, a cow is administered hormones with FSH like activity to induce super ovulation, induce follicular maturation and super ovulation. ഇപ്പോൾ ഫോളിക്കുലാർ മച്ചുറേഷൻ നടക്കുന്നതിന് വേണ്ടിയും സൂപ്പർ ഓവുലേഷൻ നടക്കുന്നതിന് വേണ്ടിയും നമ്മൾ ഏതെങ്കിലും ഒരു കൗവിനെ ഒരു കൗവിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് അതിൽ FSH ലൈക്ക്, അതായത് ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ലൈക്ക് ആക്ടിവിറ്റി ഉള്ള ഹോർമോണിനെ നമ്മൾ ആ കൗവിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് അവിടെ സൂപ്പർ ഓവുലേഷൻ നടക്കുന്നു. സൂപ്പർ ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പ്രൊഡ്യൂസ് 6 to 8 eggs per cycle. പ്രൊഡക്ഷൻ ഓഫ് 6 to 8 eggs ഇൻസ്റ്റെഡ് ഓഫ് 1 egg per cycle. ഒരു സൈക്കിളിൽ ഒരു എഗ്ഗ് ഉണ്ടാകുന്നതിന് പകരം 6 മുതൽ 8 വരെ എഗ്ഗ് ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ഇതിനെയാണ് നമ്മൾ സൂപ്പർ ഓവുലേഷൻ എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി നമ്മൾ FSH ലൈക്ക് ആക്ടിവിറ്റിയുള്ള ഹോർമോൺസിനെ കൗവിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ദ അനിമൽ ഈസ് എയ്തർ മേറ്റഡ് വിത്ത് ആൻ എലൈറ്റ് ബുൾ or artificially inseminated. Then the fertilized egg at 8 to 32 cell stages are recovered non-surgically and transferred to the surrogate mother. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഏതെങ്കിലും ഒരു കൗവിനെ, ഒരു ജെനറ്റിക് മദറിനെ സെലക്ട് ചെയ്യുന്നു, അതിലേക്ക് FSH ലൈക്ക് ആക്ടിവിറ്റിയുള്ള ഹോർമോൺ ഇഞ്ചക്റ്റ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായി സൂപ്പർ ഓവുലേഷൻ നടക്കുകയും 6 മുതൽ 8 വരെ എഗ്ഗും അവിടെ ഫോം ചെയ്യും. ഇങ്ങനെയുള്ള അനിമൽസിനെ നമ്മൾ ഒരു എലൈറ്റ് ബുള്ളുമായിട്ട് മേറ്റ് ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നടത്തുകയോ ചെയ്യും.
അതിൻ്റെ ഫലമായി ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ഈ ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് ഒരു 8 മുതൽ 32 സെൽ സ്റ്റേജിലെത്തുമ്പോഴേക്കും സർജറി ഇല്ലാതെ തന്നെ നമ്മൾ ആ മദറിൽ നിന്നും ആ എഗ്ഗുകളെ പുറത്തെടുക്കുന്നു. ഫെർട്ടിലൈസ്ഡ് എഗ്ഗിനെ പുറത്തെടുത്തതിന് ശേഷം വാടക അമ്മയിലേക്ക് അല്ലെങ്കിൽ വേറെ കുറേ കാറ്റിൽസിനെ കൗവിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്, അവരുടെ ഉള്ളിലേക്ക് ഈ എഗ്ഗ് കൊടുക്കുന്നു. അവരിൽ ഉള്ളിൽ നിന്ന് ഈ എഗ്ഗ് വളർന്ന് ഓഫ്സ്പ്രിങ്സ് നെക്സ്റ്റ് പ്രോജനിയായി മാറും. അങ്ങനെ പ്രോജനിയായി മാറും. ആ സമയം നമ്മുടെ ജെനറ്റിക് മദറിനെ വീണ്ടും അവർ ഫ്രീ ആവുകയും ഈസ് അവൈലബിൾ ഫോർ അനദർ റൗണ്ട് ഓഫ് സൂപ്പർ ഓവുലേഷൻ. ഓക്കെ, സക്സസ് റേറ്റ് വളരെ ഹൈ ആണ് ഈ കേസിൽ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കുറേയധികം ഹേർഡ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഈ ഒരു മെത്തേഡ് വഴി പറ്റും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. MOETയിൽ ചെയ്യുന്നത് ഇതാണ്. കൗ ഈസ് അഡ്മിനിസ്ട്രേഡ് വിത്ത് FSH ലൈക്ക് ആക്ടിവിറ്റി ടു ഇൻഡ്യൂസ് സൂപ്പർ ഓവുലേഷൻ ആൻഡ് follicular maturation. Then the animal is either mated with an elatable or artificially inseminated. Then the fertilized egg at 8 to 32 cell stages are recovered non-surgically and transferred to the surrogate mother. Then the success rate is moderately high. High milk yielding breeds have been bred successfully to increase herd size in short time. വളരെ പെട്ടെന്ന് തന്നെ ഹേർഡ് സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിന് ഈ ഒരു MOET ടെക്നിക്ക് വഴി പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ദിസ് ടെക്നോളജി ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ഹേർഡ് സൈസ് ഇൻ ഷോർട്ട് ടൈം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് പ്രോജനീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഈ ടെക്നോളജി വഴി പറ്റും. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പറയുന്നുള്ളൂ. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് ബാക്കി ഭാഗം നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തും. താങ്ക് യു.